നാളെ മാർക്കേസിര ശനിയാഴ്ച രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഈ ഇല കത്തിച്ച് ഉറങ്ങുക. നേരം വെളുക്കുമ്പോഴേക്കും കോടികൾ നിങ്ങളുടെ കാൽക്കീഴിൽ വന്നു വീഴും. കഷ്ടപ്പാടുകൾ മാറും, പ്രശ്നങ്ങൾ മാറും, അഷ്ടൈശ്വര്യങ്ങൾ വരും. നാളെ ശനിയാഴ്ച. ആഴ്ചകളിൽ ശനിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കലിയുഗ ദൈവമായ ശ്രീ വെങ്കടേശ്വര സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ശനിയാഴ്ച. അതുപോലെ കർമ്മഫലദാതാവായ ശനീശ്വരനുമായി ബന്ധപ്പെട്ട ദിവസവും ഇതുതന്നെയാണ്. അതുകൊണ്ടാണ് ശനിയാഴ്ച നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പൂജകളായാലും ചെറിയ ചെറിയ പരിഹാരങ്ങളായാലും നമ്മുടെ വിധി മാറ്റാനുള്ള ശക്തി അവയ്ക്കുണ്ട്. മനുഷ്യർക്ക് കഷ്ടപ്പാടുകൾ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ കഷ്ടപ്പാടുകൾ തീരാത്തതായി മാറുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത്. എത്ര സമ്പാദിച്ചാലും കയ്യിൽ ചില്ലിക്കാശ് പോലും നിൽക്കുന്നില്ലെന്ന്, ചെയ്ത കടങ്ങൾ തീരുന്നില്ലെന്നും, വീട്ടിൽ എപ്പോഴും എന്തെങ്കിലും ഒരു അസുഖമോ വഴക്കുകളോ ഉണ്ടാകുന്നുണ്ടെന്നും പലരും വിഷമിക്കാറുണ്ട്. ഇത്തരം ദാരിദ്ര്യ ദുരിതങ്ങളെല്ലാം നീങ്ങി സാക്ഷാൽ ആ ലക്ഷ്മീദേവിയുടെ കടാക്ഷം നമ്മളിൽ പതിക്കണമെങ്കിൽ ശനിയാഴ്ച ചില നിയമങ്ങൾ പാലിക്കണം. അതുപോലെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു അത്ഭുതകരമായ ഇല പരിഹാരം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തീർച്ചയായും ചെയ്യണം. യഥാർത്ഥത്തിൽ ശനിയാഴ്ച രാവിലെ ഉറക്കമുണർന്നത് മുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ലക്ഷ്മി കടാക്ഷം കൊണ്ടുവരുന്നത്. പ്രധാനമായും ശനിയാഴ്ച തലയിൽ കുളിച്ച് വെങ്കിടേശ്വര സ്വാമിയെ ആരാധിക്കുന്നത് ഏഴരശനി, അഷ്ടമശനി ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശനിയാഴ്ച ദിവസം അബദ്ധത്തിൽ പോലും ചില സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. ഈ സാധനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നമ്മളോടൊപ്പം ദാരിദ്ര്യത്തെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാകും. ഇന്ന് അബദ്ധത്തിൽ പോലും ഇരുമ്പ് സംബന്ധമായ സാധനങ്ങൾ വാങ്ങരുത്. ഇരുമ്പ് സാക്ഷാൽ ശനീശ്വരൻ ബന്ധപ്പെട്ടതാണ്. എന്നാൽ ശനിയാഴ്ച വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വഴക്ക് വർദ്ധിപ്പിക്കും. അതുപോലെ ശനിയാഴ്ച പാചക എണ്ണയും എള്ളെണ്ണയും വാങ്ങരുത്. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ വെള്ളിയാഴ്ച തന്നെ വാങ്ങി വെക്കണം. ശനിയാഴ്ച എണ്ണ പാക്കറ്റുകളോ എണ്ണ കാനുകളോ വീടിന്റെ പടി കടത്തി അകത്തേക്ക് കൊണ്ടുവരരുത്. അതുപോലെ കറുത്ത വസ്ത്രങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, അതായത് ലെതർ ബെൽറ്റുകൾ, പേഴ്സുകൾ, ചൂലുകൾ, ഉപ്പ് തുടങ്ങിയവ ശനിയാഴ്ച വാങ്ങുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് നമ്മുടെ മുതിർന്നവർ പറയാറുണ്ട്. അതിനാൽ ശനിയാഴ്ച ഈ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതുപോലെ ശനിയാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ചെറിയ ഇല പരിഹാരം ചെയ്തു നോക്കൂ, നിങ്ങളുടെ ജീവിതം മാറും. ശനിയാഴ്ച രാത്രി ഏത് ഇലയാണ് കത്തിക്കേണ്ടത്, ആ ഇലയുടെ രഹസ്യം എന്താണെന്ന് വിശദമായി നോക്കാം. സുഹൃത്തുക്കളെ, ദയവായി ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഒരു ലൈക്ക് വഴി ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. അവർക്കും ഈ പരിഹാരം ചെയ്ത് പ്രയോജനം നേടാം. അതുപോലെ കമന്റ് സെക്ഷനിൽ ജയ് ശ്രീറാം എന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ ഭക്തി പ്രകടിപ്പിക്കുക. ഇനി പരിഹാരത്തിലേക്ക് വരികയാണെങ്കിൽ, ശനിയാഴ്ച കത്തിക്കേണ്ട ഇല മറ്റൊന്നുമല്ല, അരയാൽ ഇലയാണ്. നമ്മുടെ ഹിന്ദുമതത്തിൽ അരയാൽ മരത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അരയാൽ മരത്തെ അശ്വത വൃക്ഷം എന്ന് പറയുന്നു. വൃക്ഷരാജാവ് എന്നാൽ മരങ്ങളിൽ രാജാവ് എന്നാണ് അർത്ഥം. സാക്ഷാൽ ശ്രീമന്നാരായണൻ അരയാൽ മരത്തിന്റെ രൂപത്തിൽ ഉണ്ടാകുമെന്ന് പുരാണങ്ങൾ പറയുന്നു. അരയാൽ മരത്തിന്റെ വേരുകളിൽ ബ്രഹ്മാവും, തടിയിൽ വിഷ്ണുവും, ഇലകളിൽ ശിവനും വസിക്കുന്നു. അതുകൊണ്ടാണ് അരയാൽ മരത്തെ ത്രിമൂർത്തി സ്വരൂപം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിഹാരത്തിനായി അരയാൽ ഇല തിരഞ്ഞെടുത്തത്. അരയാൽ ഇലയിൽ ദൈവിക ശക്തിയോടൊപ്പം പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കാനുള്ള ഗുണവും വളരെ കൂടുതലായിരിക്കും. നാളെ ശനിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നല്ല അരയാൽ ഇല ശേഖരിക്കുക. ഇലകൾ കീറാതെയും ദ്വാരങ്ങളില്ലാതെയും പച്ചയായി തിളക്കമുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക. ഉണങ്ങിയ ഇലകൾ എടുക്കരുത്. മരത്തിൽ നിന്ന് ഇല പറിക്കുമ്പോൾ മനസ്സിൽ
മരത്തെ നമസ്കരിച്ച് എന്റെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി നിന്നെ കൊണ്ടുപോകുന്നു. അമ്മേ എന്ന് നമസ്കരിച്ച് പറിക്കുക. വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ആ ഇല നന്നായി കഴുകി ഈർപ്പമില്ലാതെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കുക. ഇപ്പോൾ യഥാർത്ഥ പ്രക്രിയ ആരംഭിക്കുന്നു. രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ തയ്യാറെടുക്കുന്ന സമയത്ത്, അതായത് ഏകദേശം 9 മണിക്ക് ശേഷം ഈ പരിഹാരം ആരംഭിക്കുക. നിങ്ങൾ തയ്യാറാക്കിയ അരയാൽ ഇല നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്ന മുറിയിലെ ശാന്തമായ ഒരിടത്തോ ഇരുന്ന് നിങ്ങളുടെ കൈവെള്ളയിൽ വയ്ക്കുക. ആ ഇലയുടെ ഞെട്ട് നിങ്ങളുടെ നേർക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. ഇപ്പോൾ ആ ഇലയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് 4 പൊട്ടുകൾ വയ്ക്കുക. ഇലയുടെ 4 ദിശകളിലും 4 പൊട്ടുകൾ വയ്ക്കുക. മഞ്ഞളും കുങ്കുമവും ലക്ഷ്മി സ്വരൂപങ്ങളാണ്. അവ എവിടെയുണ്ടോ അവിടെ ശുഭം സംഭവിക്കും. 4 പൊട്ടുകൾ വയ്ക്കുന്നതിന് പിന്നിലെ ഉദ്ദേശ്യം എന്തെന്നാൽ 4 ദിശകളിൽ നിന്നും അഷ്ടദിശകളിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട പണം ലഭിക്കണമെന്നും തടസ്സങ്ങൾ നീങ്ങണമെന്നുമുള്ള സൂചനയാണ്. ഇങ്ങനെ കുറി വെച്ചതിനു ശേഷം ആ അരയാലിലയുടെ നടുവിൽ അല്പം മല്ലി ഇടുക. ഇവിടെ നമ്മൾ മല്ലി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ മല്ലിക്ക് ധനത്തെ ആകർഷിക്കാൻ അത്ഭുതകരമായ ശക്തിയുണ്ട്. ജ്യോതിഷ് ശാസ്ത്രത്തിൽ മല്ലിയെ ധനലക്ഷ്മിയുടെ രൂപമായി കണക്കാക്കുന്നു. അതുകൊണ്ടാണ് പലരും ദീപാവലി ദിവസം പുതിയ മല്ലി പൂജിക്കുന്നത്. മല്ലി എന്നാൽ ധനി, അതായത് പണം നൽകുന്നത് എന്നാണ് അർത്ഥം. നമ്മുടെ അടുക്കളയിലുള്ള ഈ ചെറിയ വിത്തുകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനുള്ള ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. ബുധഗ്രഹവുമായി ബന്ധപ്പെട്ട ഈ മല്ലി നമ്മുടെ ബിസിനസ്സിൽ ലാഭമുണ്ടാക്കാനും നമുക്ക് കിട്ടാനുള്ള കടങ്ങൾ വരുമാനം ആക്കാനും സഹായിക്കും. അതുകൊണ്ട് ഒരു ചെറിയ പിടി മല്ലി എടുത്ത് ലക്ഷ്മീദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആ അരയാലിലയുടെ നടുവിൽ ഇടുക. ആ മല്ലി ഇടുമ്പോൾ എനിക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറണം, എന്റെ കയ്യിൽ പണം നിലനിൽക്കണം എന്ന് ശക്തമായി ആഗ്രഹിക്കുക. ഇപ്പോൾ ആ മല്ലിക്ക് മുകളിൽ ഒരു ഉണക്കമുളകും കൂടി വെക്കുക. ഉണക്കമുളക് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വളർച്ച കണ്ട് അസൂയപ്പെട്ട് കരയുന്നവരുടെ കരച്ചിൽ നമ്മുടെ മേൽ പതിച്ച ദൃഷ്ടിദോഷവും നരദോഷവും മാറാൻ ഉണക്കമുളക് അത്ഭുതകരമായി പ്രവർത്തിക്കും. മനുഷ്യന്റെ കരച്ചിലിന് കറുത്ത കല്ലും പൊട്ടുമെന്ന് മുതിർന്നവർ പറയാറുണ്ട്. നമുക്ക് എത്ര സമ്പാദ്യമുണ്ടായിരുന്നാലും ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷങ്ങളുണ്ടെങ്കിൽ ആ പണം ആവിയായി പോകും. രോഗങ്ങൾ പിടിപെടും. നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കാൻ ഉണക്കമുളകിലെ എരിവിന് കഴിയും. അതിനായി ഒരു ഉണക്കമുളക് എടുത്ത് അത് മല്ലിയുടെ മുകളിൽ വെക്കുക. ഇപ്പോൾ അവസാനമായി ആ ഉണക്കമുളകിന് മുകളിൽ ഒരു സ്പൂൺ കർപ്പൂരപ്പൊടി കൂടി ഇടുക. അല്ലെങ്കിൽ 1-2 കർപ്പൂര വില്ലകളാണെങ്കിലും ചേർത്ത് ഇടുക. കർപ്പൂരം സാക്ഷാൽ അഗ്നിയുടെ സ്വരൂപമാണ്. അത് കത്തി ഉരുകുന്നതുപോലെ നമ്മുടെ കഷ്ടപ്പാടുകളും ഉരുകിപ്പോകണം എന്ന ഉദ്ദേശത്തോടെയാണ് കർപ്പൂരം ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, കർപ്പൂരത്തിന്റെ സുഗന്ധം ലക്ഷ്മീദേവിയെ ആകർഷിക്കുന്നു. ഇപ്പോൾ ആ അരയാൽ ഇലയിൽ മഞ്ഞൾ, കുങ്കുമം, മല്ലി, ഉണക്കമുളക്, കർപ്പൂരം എല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ ആ സാധനങ്ങൾ താഴെ വീഴാതെ ആ ഇല മടക്കി ഒരു കെട്ടാക്കി കെട്ടണം. അരയാൽ ഇല കുറച്ച് വലുതായിരിക്കും. അതുകൊണ്ട് മടക്കാൻ എളുപ്പമായിരിക്കും. ഒരുപക്ഷേ ഇല ചെറുതാണെങ്കിൽ 2 ഇലകൾ ഒരുമിച്ച് ചേർത്താണെങ്കിലും ആ കെട്ടുക. അത് വേർപെടാതിരിക്കാൻ ഒരു നൂൽ വെച്ച് ചുറ്റുക അല്ലെങ്കിൽ പിൻ ചെയ്യുക. ഇങ്ങനെ തയ്യാറാക്കിയ ഈ ശക്തിയേറിയ കെട്ട് എടുത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ ദൈവത്തിന്റെ ചിത്രത്തിന് മുന്നിൽ വെക്കുക. ദൈവത്തിന് മുന്നിൽ ഒരു വിളക്ക് കൊളുത്തി, സ്വാമി, ഈ രാത്രിയിലെ ഈ ഭാരം അങ്ങയുടേതാണ്. നാളെ രാവിലെയാകുമ്പോഴേക്കും എന്റെ ദാരിദ്ര്യം മാറണം എന്ന് പ്രാർത്ഥിക്കുക. ആ രാത്രി മുഴുവൻ ആ കെട്ട് ദൈവത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കണം. രാത്രി സമയങ്ങളിൽ ദൈവിക ശക്തികൾ സഞ്ചരിക്കുന്നുണ്ടാകും എന്ന് പറയുന്നു. ആ സമയത്ത് അരയാലില, മല്ലി, കർപ്പൂരം, ഉണക്കമുളക് എന്നിവയുടെ സംയോജനമുള്ള ആ കെട്ട് ഒരു യന്ത്രം പോലെ മാറി നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ മുഴുവൻ വലിച്ചെടുക്കും. പിറ്റേന്ന് രാവിലെ, അതായത് ഞായറാഴ്ച രാവിലെ
ഉറക്കമുണർന്ന ഉടൻ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ച് കുളിച്ചതിനു ശേഷം പൂജാമുറിയിലേക്ക് പോകുക. രാത്രി മുഴുവൻ ദൈവത്തിനു മുന്നിൽ വെച്ച ആ കെട്ട് വലത് കൈകൊണ്ട് എടുക്കുക. അതെടുത്ത് നേരെ വീടിന് പുറത്തേക്ക് വരൂ. വീടിനുള്ളിൽ ഇത് കത്തിക്കരുത്. ബാൽക്കണിയിലേക്കോ വീടിന്റെ പ്രധാന വാതിലിന് പുറത്തേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ടെറസിലേക്കോ പോകുക. എവിടെയാണോ ഒഴിഞ്ഞ സ്ഥലമുള്ളത്, എവിടെയാണോ ഇത് കത്തിക്കാൻ സൗകര്യമുള്ളത്, അവിടേക്ക് പോകുക. ആ പൊതി നിലത്ത് അല്ലെങ്കിൽ ഒരു മൺചിരാതിൽ വെച്ച് അതിന്റെ മുകളിൽ കുറച്ചുകൂടി കർപ്പൂരപ്പൊടി വിതറുക. കാരണം അതിനുള്ളിലുള്ള മല്ലിയും ഉണക്കമുളകും കത്താൻ കുറച്ച് സമയമെടുക്കും. മുകളിൽ കർപ്പൂരം ഇട്ടാൽ പെട്ടെന്ന് തീ പിടിക്കും. ഇപ്പോൾ തീപ്പെട്ടി എടുത്ത് ആ പൊതി കത്തിക്കുക. കത്തുമ്പോൾ വരുന്ന തീ നോക്കി നിങ്ങളുടെ മനസ്സിലുള്ള ഭയങ്ങൾ, ഉത്കണ്ഠകൾ, കടബാധ്യതകൾ, ശത്രുക്കളുടെ ശല്യം എല്ലാം ആ തീയിൽ കത്തിയെരിഞ്ഞ് ചാരമായി പോകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക. നമ്മുടെ സങ്കല്പമാണ് ഇവിടെ പ്രധാനം. ആ പുകയിൽ നിന്ന് വരുന്ന ഗന്ധം നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു സംരക്ഷണ കവചം പോലെ രൂപപ്പെടും. ആ പൊതി പൂർണ്ണമായും ഒഴിഞ്ഞ ചാരമായി മാറണം. ഇടയ്ക്ക് കെട്ടുപോയാൽ വീണ്ടും കർപ്പൂരം ചേർത്ത് പൂർണ്ണമായും കത്തിക്കുക. അത് പൂർണ്ണമായും ചാരമായി മാറിയ ശേഷം ചാരം വെള്ളത്തിൽ കഴുകിക്കളയാം, അല്ലെങ്കിൽ കാറ്റിൽ പറത്തിവിടാം, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ ഇടാം. ഇങ്ങനെ ചെയ്ത ശേഷം തിരിഞ്ഞു നോക്കാതെ കൈകളും കാലുകളും കഴുകി വീട്ടിലേക്ക് വരിക. ഇത് ചെയ്ത ഉടൻ നിങ്ങൾക്ക് ഒരു അജ്ഞാത പോസിറ്റീവ് വൈബ്രേഷൻ അനുഭവപ്പെടും. മനസ്സ് ശാന്തമാകും. ഈ പരിഹാരം കാണാൻ വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതിൽ നമ്മൾ ഉപയോഗിച്ച വസ്തുക്കൾ വളരെ ശക്തമാണ്. അരയാലിലെ വിഷ്ണു സ്വരൂപം, മല്ലീധന സ്വരൂപം, ഉണങ്ങിയ മുളക് തിഷ്ടി, നിവാരിണി കർപ്പൂരം, പാപനിവാരിണി ഇവയെല്ലാം ചേർത്ത് കത്തിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള പ്രതികൂല ശക്തികളെ അകറ്റി അനുകൂല ശക്തികളെ ക്ഷണിക്കുന്നതിന് തുല്യമാണ്. ഈ ശനിയാഴ്ച രാത്രി ചെറിയൊരു കാര്യം ചെയ്തു നോക്കൂ. ഇത് ചെയ്തതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. നിലച്ചുപോയ ജോലികൾ വേഗത്തിൽ നടക്കും. പണം വരുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. വീട്ടിലെ വഴക്കുകൾ കുറഞ്ഞ് സമാധാനം ലഭിക്കും. കോടികൾ വന്ന് കാൽക്കീഴിലാകും. അത് അതിരുകടന്ന ഒരു പ്രസ്താവനയായിരിക്കാം, പക്ഷേ നിങ്ങളുടെ യോഗ്യതയ്ക്കും കഠിനാധ്വാനത്തിനും തീർച്ചയായും പ്രതിഫലം ലഭിക്കും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകും. വിശ്വാസത്തോടെ ചെയ്യുക, ഫലം നേടുക. നാളെ മാർഗശീർഷ് ശനിയാഴ്ച ഒരു നല്ല ദിവസമാണ്. അതിനാൽ വിളക്കിൽ ഇത് മാത്രം ഇട്ട് കത്തിച്ചാൽ മതി. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും കടങ്ങളും തീർന്ന് കുബേരന്മാരാകുന്നത് ഉറപ്പാണ്. നാളെ വളരെ സവിശേഷവും പവിത്രവുമായ ദിവസമാണ്. അത് മാർഗശീർഷ് ശനിയാഴ്ചയാണ്. സാധാരണയായി ശനിയാഴ്ച എന്നാൽ കലിയുഗ ദൈവമായ വെങ്കടേശ്വര സ്വാമിക്ക് വളരെ പ്രിയപ്പെട്ട ദിവസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് സാധാരണ ശനിയാഴ്ചയല്ല. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാർഗശീർഷ് മാസത്തിൽ വരുന്ന ശനിയാഴ്ചയാണ് ഇത്. നമ്മുടെ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും മാർഗശീർഷ് മാസത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീതയിൽ മാസാനാം മാർഗശീർഷോഹം വ എന്ന് സ്വയം പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ മാസങ്ങളിലും ഞാൻ മാർഗശീർഷ് മാസമാണെന്ന് സ്വാമി പ്രഖ്യാപിച്ചു. അതായത് ഈ മാസത്തിന് എത്ര ശക്തിയുണ്ടെന്നും എത്ര പവിത്രതയുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു മഹത്തായ മാസത്തിൽ വരുന്ന ശനിയാഴ്ച നമ്മൾ ചെയ്യുന്ന ചെറിയ പൂജകൾ പോലും അനന്തമായ ഫലങ്ങൾ നൽകും. പ്രധാനമായും ആരെല്ലാം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും കടബാധ്യതകളാലും തീരാത്ത കഷ്ടപ്പാടുകളാലും വലയുന്നുണ്ടോ, അവർക്ക് നാളത്തെ ദിവസം ഒരു സുവർണാവസരമാണെന്ന് പറയാം. ഈ ഒരു ദിവസം നമ്മൾ ഭക്തിശ്രദ്ധയോടെ ആ ഏഴുമലവാസിയെ സ്മരിച്ച് ഒരു ചെറിയ ദീപാരാധന നടത്തിയാൽ മതി. നമ്മുടെ ജാതകം തന്നെ മാറിമറിയും. യഥാർത്ഥത്തിൽ മാർഗശീർഷ് മാസത്തിലെ ശനിയാഴ്ചകൾക്ക് എന്തുകൊണ്ടാണ് അത്രയും ശക്തിയുള്ളതെന്ന് വെച്ചാൽ, ഈ മാസത്തിൽ വൈകുണ്ഠ ഏകാദശി വരുന്നു. ഈ മാസത്തിൽ ശ്രീ മഹാവിഷ്ണു
ക്ഷേത്രങ്ങളെല്ലാം ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കും. ദേവന്മാരെല്ലാം ഈ മാസത്തിൽ ഭൂമിയിലേക്ക് വന്ന് സ്വാമിയെ ആരാധിക്കുമെന്നും ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് മാർഗശീർഷ ശനിയാഴ്ച ചെയ്യുന്ന പൂജയ്ക്ക് കോടി ജന്മങ്ങളുടെ പുണ്യം ലഭിക്കുമെന്ന് മുതിർന്നവർ പറയുന്നത്. പലർക്കും ദൈവത്തിന് പൂജ ചെയ്യാൻ ഒരുപാട് സമയം വേണം. അടുക്കളയിൽ കയറണം, പലതരം നൈവേദ്യങ്ങൾ ഉണ്ടാക്കണം എന്ന ഭയം ഉണ്ടാകും. എന്നാൽ ആ ശ്രീനിവാസൻ ആഗ്രഹിക്കുന്നത് ആഡംബരങ്ങളല്ല, നമ്മളിലുള്ള പരിശുദ്ധമായ ഭക്തിയെ മാത്രമാണ്. അതുകൊണ്ട് നാളെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങളുടെ സൗകര്യമനുസരിച്ച് കുളിച്ച് ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ച് സ്വാമിയുടെ ചിത്രമോ വിഗ്രഹമോ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് നമസ്കരിക്കുക. അത്രയും സമയം ഇല്ലെങ്കിൽ പോലും സാരമില്ല, കുറഞ്ഞത് മനസ്സിൽ ഓം നമോ വെങ്കടേശായ എന്ന് സ്മരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ദീപാരാധന നടത്തിയാൽ മതി. സ്വാമി അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് ഈ മാർഗശീർഷ ശനിയാഴ്ച ദിവസം വെങ്കടേശ്വര സ്വാമിക്ക് പിണ്ടി ദീപം വെച്ചാൽ വളരെ നല്ലതാണ്. പിണ്ടി ദീപം എന്നാൽ അരിപ്പൊടിയിൽ കുറച്ച് ശർക്കരയും നെയ്യോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കുഴച്ച് അതിനെ വിളക്കുകൾ പോലെയാക്കി അതിൽ നെയ്യൊഴിച്ച് കൊളുത്തുന്ന വിളക്ക്. തിരുമല കുന്നിൻ മുകളിലും ഈ പിണ്ടി ദീപത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ പിണ്ടി ദീപത്തിന്റെ വെളിച്ചത്തിൽ സ്വാമിയെ കണ്ടാൽ സാക്ഷാൽ വൈകുണ്ഠം കൺമുമ്പിൽ ഉള്ളതുപോലെയുള്ള അനുഭൂതി ഉണ്ടാകും. ഒരുപക്ഷേ നിങ്ങൾക്ക് മാവ് കൊണ്ടുള്ള വിളക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ക്ഷമ ഇല്ലെങ്കിൽ, കുറഞ്ഞത് ഒരു മൺവിളക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിത്യവും ഉപയോഗിക്കുന്ന പിച്ചള വിളക്കിലോ വിളക്ക് കൊളുത്താം. എന്നാൽ ഈ മാർഗശിര ശനിയാഴ്ച നിങ്ങൾ മാവ് കൊണ്ടുള്ള വിളക്ക് കൊളുത്തിയാലും അല്ലെങ്കിൽ സാധാരണ വിളക്ക് കൊളുത്തിയാലും ആ വിളക്കിൽ ഉപയോഗിക്കുന്ന എണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ ചില പ്രത്യേക പദാർത്ഥങ്ങൾ ചേർത്താൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതാകും. വേണ്ടെന്ന് പറഞ്ഞാലും ധനം വരും. ഈ വസ്തുക്കൾ സാക്ഷാൽ ലക്ഷ്മി ദേവിക്കും വെങ്കടേശ്വര സ്വാമിക്കും ഒരു കാന്തം പോലെ പ്രവർത്തിക്കും. ഈ പദാർത്ഥങ്ങൾ ചേർത്ത് കത്തിച്ച വിളക്കിൽ നിന്ന് വരുന്ന കിരണങ്ങൾ, ആ പുക നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാക്കും. അപ്പോൾ ഈ ദിവസം വിളക്കിൽ ചേർക്കേണ്ട ആ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ വിശദമായി അറിയാം. നാളെ നിങ്ങൾ ദീപം കത്തിക്കുമ്പോൾ ആ വിളക്ക് കുടങ്ങളിൽ എണ്ണയോ അല്ലെങ്കിൽ പശുവിൻ നെയ്യോ ഒഴിച്ച ശേഷം അതിൽ ഒരു നുള്ള് പച്ചക്കർപ്പൂരം ചേർക്കണം. പച്ചക്കർപ്പൂരം എന്നാൽ ലക്ഷ്മിദേവിക്ക് ജീവനാണ്. തിരുമല ശ്രീവാരി ലഡുവിലും ഈ പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്നു. ഈ സുഗന്ധം സ്വാമിക്ക് വളരെ ഇഷ്ടമാണ്. പച്ചക്കർപ്പൂരത്തിന്റെ ഗന്ധം എവിടെയാണോ വരുന്നത് അവിടെ ലക്ഷ്മിദേവി ആകർഷിക്കപ്പെടും. പണത്തെ ആകർഷിക്കാനുള്ള ശക്തി പച്ചക്കർപ്പൂരത്തിനുണ്ട്. അതുകൊണ്ട് ദീപത്തിൽ ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം പൊടിച്ചു ചേർക്കുക. അതിനുശേഷം 2 ഏലയ്ക്ക എടുക്കുക. ഏലയ്ക്ക സുഗന്ധ ദ്രവ്യങ്ങളിൽ രാജ്ഞിക്ക് തുല്യമാണ്. ജ്യോതിഷ് ശാസ്ത്രമനുസരിച്ച് ഏലയ്ക്ക ശുക്രഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ശുക്രൻ എന്നാൽ ഭോഗഭാഗ്യങ്ങളും ആഡംബര ജീവിതവുമാണ്. നമ്മുടെ ജീവിതത്തിൽ രാജയോഗം വരണമെങ്കിൽ ശുക്രന്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് 2 ഏലയ്ക്ക എടുത്ത് ആ 2 ഏലയ്ക്കയും ചെറുതായി ചതച്ച് ആ എണ്ണയിൽ ചേർക്കുക. ഇത് ചേർക്കുന്നത് വഴി ദീപം പ്രകാശിക്കുന്നിടത്തോളം സമയം ഒരു അത്ഭുതകരമായ സുഗന്ധം വീടെങ്ങും വ്യാപിക്കും. അത് പോസിറ്റീവ് ഊർജം നൽകും. 3ാമത്തെ പദാർത്ഥം ശർക്കരപ്പൊടിയാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. വിളക്കിൽ അല്പം ശർക്കര പൊടി ചേർക്കണം. ശർക്കര മധുരത്തിന്റെ പ്രതീകം മാത്രമല്ല, ഇത് സൂര്യഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു പദാർത്ഥം കൂടിയാണ്. കൂടാതെ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യമാണ് ശർക്കരച്ചോർ. നമുക്ക് നൈവേദ്യം അർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിളക്കിൽ ഒരു ചെറിയ ശർക്കര കഷ്ണം അല്ലെങ്കിൽ പൊടി ചേർക്കുന്നത് ആ അഗ്നിയിലൂടെ സ്വാമിക്ക് ആ നൈവേദ്യം ലഭിക്കുമെന്നാണ് ഒരു വിശ്വാസം. നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം ഇല്ലാതായി ജീവിതം ശർക്കര പോലെ മധുരമുള്ളതാകണം എന്നാണ് ഇതിനർത്ഥം. അവസാനമായി ആ വിളക്കിൽ ഒരു നുള്ള് മഞ്ഞൾ ചേർക്കുക. മഞ്ഞൾ മംഗളകരമാണ്.
എവിടെ മഞ്ഞളുണ്ടോ അവിടെ വിഘ്നങ്ങളുണ്ടാകില്ല, കടബാധ്യതകളുണ്ടാകില്ല. അതുകൊണ്ട് ഈ 4 വസ്തുക്കളായ പച്ചക്കർപ്പൂരം, 2 ഏലയ്ക്ക, അല്പം ശർക്കരപ്പൊടി, 1 നുള്ള് മഞ്ഞൾ എന്നിവ ചേർത്ത് 2 തിരിയിട്ട് വിളക്ക് കൊളുത്തുക. ഈ വിളക്ക് കൊളുത്തിയ ശേഷം ആ വിളക്കിലേക്ക് നോക്കി മനസ്സിൽ നിങ്ങൾക്കുള്ള ആഗ്രഹം ശക്തമായി പറയുക. സ്വാമി, എനിക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. കടക്കാരുടെ ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ കുടുംബം സന്തോഷത്തോടെയും ബിസിനസ് വിജയകരമായും മുന്നോട്ട് പോകണം. ഒരു ജോലി ലഭിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ വെങ്കടേശ്വര സ്വാമിയുടെ പാദങ്ങളിൽ അത് സമർപ്പിക്കുക. ആ വിളക്കിൽ നിന്ന് വരുന്ന പ്രകാശത്തെ സാക്ഷാൽ ശ്രീമന്നാരായണന്റെ രൂപമായി കണക്കാക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് ഊർജം മുഴുവൻ ഇല്ലാതാകും. മാർഗശീർഷ് മാസത്തിൽ, അതും ശനിയാഴ്ച, ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ദീപാരാധന ചെയ്യുന്നത് വഴി കുബേരന്റെ അനുഗ്രഹവും ലഭിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. കുബേരൻ വെങ്കടേശ്വര സ്വാമിക്ക് കടം നൽകിയിട്ടുള്ളതുകൊണ്ട് സ്വാമിയെ ആരെല്ലാം ഭക്തിയോടെ പൂജിക്കുന്നുവോ അവർക്ക് ധനസഹായം നൽകാൻ കുബേരൻ എപ്പോഴും തയ്യാറായിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ആ സ്വാമിയെ വിശ്വസിക്കുക എന്നതാണ്. ഈ വിളക്ക് എപ്പോഴാണ് കത്തിക്കേണ്ടത് എന്നാൽ നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ കത്തിച്ചാൽ വളരെ നല്ലതാണ്. സാധിക്കാത്തവർ വൈകുന്നേരം ഗോധൂളി വേളയിൽ, അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഏകദേശം 6 മണിയോടെ കത്തിക്കുക. തുളസിത്തറയുടെ അടുത്തും ഈ വിളക്ക് കത്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ കത്തിക്കാം. വിളക്ക് കെട്ട ശേഷം അതിൽ ബാക്കിയുള്ള അടിയിലുള്ള പദാർത്ഥങ്ങൾ, അതായത് ഏലക്കയും ശർക്കരയും ചേർന്ന മിശ്രിതം ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ ഇടുക. അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഇടുക, അല്ലാതെ ചവറ്റുകുട്ടയിൽ കളയരുത്. ഈ ചെറിയ പരിഹാരം ചെയ്യാൻ നിങ്ങൾക്ക് പരമാവധി 5 മിനിറ്റ് സമയം എടുക്കും. ചെലവ് അധികമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതിന്റെ ഫലം അത്ഭുതകരമായിരിക്കും. ഒരുപാട് പേർ ഇങ്ങനെ ചെയ്ത് തങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് പുറത്തുവരുന്നു. ഈ മാർഗശീർഷ് ശനിയാഴ്ച നമുക്ക് ലഭിച്ച ഒരു വരമാണ്. നമ്മുടെ പൂർവികർ എന്ത് പറഞ്ഞാലും അതിൽ നമുക്ക് നല്ലത് ഒളിഞ്ഞിരിപ്പുണ്ടാകും. നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹോമങ്ങളും യജ്ഞങ്ങളും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിയമങ്ങളും പരിഹാരങ്ങളും പാലിച്ചാൽ മതി. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് കടബാധ്യതയുള്ളവർ ഈ ദീപാരാധന ഒരിക്കലും മുടക്കരുത്. ആ വെങ്കടേശ്വര സ്വാമിയെ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ചീത്ത സംഭവിക്കില്ല. കലോ വെങ്കട നായക എന്ന് പറഞ്ഞാൽ ഈ കലിയുഗത്തിൽ നമ്മെ രക്ഷിക്കുന്ന ഒരേയൊരു ദൈവം വെങ്കടേശ്വരനാണ്. അദ്ദേഹത്തിന്റെ നാമം സ്മരിച്ചാൽ സകല പാപങ്ങളും ഇല്ലാതാകും. അങ്ങനെയുള്ള അദ്ദേഹത്തിന് പ്രിയപ്പെട്ട വസ്തുക്കൾ കൊണ്ട് വിളക്ക് കൊളുത്തിയാൽ അദ്ദേഹം എത്ര സന്തോഷിക്കുമെന്ന് ആലോചിക്കുക. അതിനാൽ നാളെ മാർഗശിര ശനിയാഴ്ച ദിവസം മറക്കാതെ ഈ പച്ച കർപ്പൂരം, ഏലക്ക, ശർക്കര, മഞ്ഞൾ എന്നിവ ചേർത്ത് വിളക്ക് കൊളുത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ നീങ്ങി വെളിച്ചം നിറഞ്ഞ് നിങ്ങൾ കുബേരന്മാരെ പോലെ ഭാഗ്യവാന്മാരായി മാറും. അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഇങ്ങനെ വിളക്ക് കൊളുത്തി ശുഭ ഫലങ്ങൾ നേടി സന്തോഷത്തോടെ ജീവിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.